നമസ്കാരം കൂട്ടുകാരെ, നിത്യതി നൃത്തനാട്യ കലാലയ ഭാരതനടനം വിദ്യാപീഠം പാളയംകുന്ന് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു കോമൺ ക്ലാസ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ മക്കൾ രാവിലെ വന്ന അംഗികമൊക്കെ ചൊല്ലി മുദ്രകളൊക്കെ പറഞ്ഞ് നമ്മുടെ സീനിയർ സ്റ്റുഡൻസ് ആണ് കേട്ടോ കുട്ടികളെ കൊണ്ട് മുദ്രകളൊക്കെ ചെയ്യിക്കുന്നത്. അതിനുശേഷമായിട്ടാണ് നമ്മുടെ വിദ്യാപീഠം സെക്ഷൻ വരുന്നത്. കുട്ടികളെല്ലാം 3 വിഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. അഭിരാമി ടീച്ചറിൻ്റെ കുട്ടികൾ, അനാമിക ടീച്ചറിൻ്റെ കുട്ടികൾ, അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ടീച്ചറിൻ്റെ കുട്ടികൾ. അങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടിരുന്ന ചെറിയ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ടീച്ചർ പറയുന്ന അറിവുകളെല്ലാം അവരിങ്ങനെ ബുക്കിൽ എഴുതിയൊക്കെ എടുക്കും കേട്ടോ. വിദ്യാപീഠത്തിൽ നമ്മൾ ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ജീവിതത്തിൽ പാലിച്ചു വരേണ്ട കുറച്ച് ചിട്ടകൾ, കുറച്ച് ശീലങ്ങൾ, അങ്ങനെയെല്ലാം അതെല്ലാം അവർ കൃത്യമായി എഴുതിയെടുക്കുന്നുണ്ട്. അതിനുശേഷമായിട്ട് അഭിരാമി ടീച്ചർ പതിയെ അടവ് സെക്ഷൻ തുടങ്ങുകയാണ്. കുട്ടികൾക്ക് ഏറ്റവും മടിയുള്ളതും കുറച്ച് ക്ഷീണമൊക്കെ ഉള്ള ഒരു കാര്യമാണ്. ഈ ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ടീച്ചറെ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാ. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും നല്ല ക്ഷീണമുണ്ട്, ചെയ്യാൻ നല്ല മടിയുണ്ട്. എങ്കിലും ടീച്ചർ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുകയാണ്, ഭയങ്കര നല്ല കുട്ടിയായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അനാമിക ടീച്ചറും ശ്രീലക്ഷ്മി ടീച്ചറും അടുത്ത വർഷത്തേക്കുള്ള മക്കളുടെ ഫോക്ക് ഡാൻസിന്റെ തുടക്കം കുറിക്കുകയാണ്. ഫുഡ് കഴിക്കാനുള്ള ടൈമോ? ഇപ്പൊ എത്ര മണിയായി? ഫുഡ് കഴിക്കാനുള്ള ടൈമായി എന്ന് പറഞ്ഞു. പക്ഷെ എത്ര മണിയായി? 12:30 അപ്പൊ നിങ്ങക്ക് റെസ്റ്റാ? അവരൊക്കെ അവിടെ കളിക്കാണല്ലോ. അതിനല്ലേ റെസ്റ്റ് എന്ന് പറയുന്നേ? ഓ ഡായിപ്പ്. ഷാനി, ഇനി വരുന്ന ക്ലാസ് ഉണ്ടോ ഇഷാനി? സായുജ്യം ഒക്കെ കുറച്ച് എന്നോട് പരാതിയായിട്ടിരിക്കുകയാണ്. സായുജ്യ മോളുടെ കവിളില് 2 പാടുണ്ട്. മോള് കീ കയറി കൊണ്ടതിന്റെ. അപ്പൊ എന്നോട് കുറെ നേരം കൊണ്ട് പറയുന്നുണ്ട് ആ സൈഡ് എടുക്കരുതേ, ഈ സൈഡ് എടുക്കണേന്ന്. പക്ഷെ ഞാൻ കൃത്യമായി ഈ സൈഡ് തന്നെ വന്നെടുക്കും. അപ്പൊ ഇതിനെ മാറ്റി ഇഷാനി കുട്ടി കയറിയോ തട്ടിയും വെടിയും കൊട്ടാൻ? കൃഷ്ണ, എങ്ങനെയുണ്ടായിരുന്നു വർണ്ണം? നന്നായിട്ട് ചെയ്തോ? എല്ലാ ദിവസവും അഭിരാമി ടീച്ചറിന് കംപ്ലൈന്റ് അല്ലായിരുന്നോ? ഇന്ന് മാറ്റി കൊടുത്തില്ലേ? പല സെക്ഷൻസ് ആയിട്ട് ടീച്ചേഴ്സിന്റെ ഫോക്ക് ഡാൻസിന്റെ സെക്ഷനും അടവ് സെക്ഷനും എല്ലാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു സൂര്യ? ഒരുപാട് ക്ഷീണിച്ചോ? ഇന്നത്തെ വിദ്യാപീഠത്തിൽ എന്താ പഠിച്ചേ? രാവിലെ എണീക്കുന്നതിനെ പറ്റി, മടി മടി ഒരു മനുഷ്യനെന്ന് വെച്ചാൽ മടി ഉണ്ടല്ലോ, അതിന് മടി പാടില്ല. പിന്നെന്താ പഠിച്ചേ? അത് മാത്രമേ പറഞ്ഞു തന്നോളൂ? ഇന്നത്തെ ക്ലാസ്സിൽ മടീനെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. അപ്പൊ ഇനി തൊട്ട് മടി കാണിക്കോ? ഇല്ല. ഉറപ്പാണോ? വിശ്വസിക്കാമോ? ഇവിടെ അനാമിക ടീച്ചർ കാര്യമായിട്ട് ഫോക്കിന്റെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ശല്യപ്പെടുത്താനായിട്ട് ഞാൻ മൈക്കുമായിട്ട് വന്നിട്ടുണ്ട്. ചൂട് സഹിക്കാൻ വയ്യ, പൊള്ളുന്നു, ഷീറ്റൊന്ന് കാണിച്ചേ. ഞങ്ങക്ക് ഇവിടെ ഫുള്ള് ഷീറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഒരു 11:30 മണി കഴിയുമ്പോ തൊട്ട് ഇവിടെ നല്ല ചൂടാണ്. അനുഗ്രഹ, നമ്മുടെ കോമൺ ക്ലാസ്സില് ഇപ്പൊ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തിയില്ലേ? വിദ്യാപീഠത്തിനൊരു ടൈമിങ്, എക്സസൈസ്, അതിനുശേഷം നിങ്ങൾക്കുള്ള സെപ്പറേറ്റ് ഭരതനാട്യം അടവുകളുടെ ക്ലാസ്, അതിനുശേഷം കോമൺ ആയിട്ടുള്ള ഡാൻസുകൾ, അതിനുശേഷം വർണ്ണം, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ദൂര പ്രോഗ്രാമിന്റെ ഡാൻസ്, അങ്ങനെ മൊത്തത്തിൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. ഇതിൽ ഏത് സെക്ഷനാ അനുഗ്രഹിക്ക് ഇഷ്ടം? വൈകിട്ടത്തെ ക്ലാസ്. അതെന്താ? അത് ഭയങ്കര പഠിക്കുന്നല്ലേ ഉള്ളൂ, അപ്പഴത്തേക്ക് അതിനോട് കൂടുതൽ കൗതുകം കൂടുതലായിരിക്കും. അതാകുമ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, കുരുട്ട് പിള്ളേരെല്ലാരും പോവും. ഉച്ചയ്ക്ക് ശേഷം ഇവർക്കൊരു പരിപാടി ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇവര് മാത്രം ഉള്ളത് കൊണ്ട് കുറച്ച് മാങ്ങയൊക്കെ കൊണ്ടുവന്ന് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ച്, എന്നിട്ട് അതെടുത്ത് ഞങ്ങൾ കഴിച്ചു തന്ന ഒരു മനസ്സുഖം അല്ലേ? ഇതിനിടയിലെ ചെറിയ ബ്രേക്കിന്റെ സമയത്ത് അനാമിക ടീച്ചറും കുറച്ച് മക്കളുമായിട്ട് ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിന്റെ ഇടയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇതൊക്കെ. ആരെയാ ഇഷ്ടം? എനിക്ക് ഈ ചേച്ചിയെ പേരെന്തിനായിരുന്നു? അനുഷ്ക ചേച്ചി. ഇഷ്ടമുള്ള കാര്യം പറ, എന്തുകൊണ്ടാ ഇഷ്ടം? എന്നെ അന്നൊരു ദിവസം മേക്കപ്പ് ഇട്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു സോഫ്റ്റ് ആയിട്ട് ഇട്ടാൽ മതിയെന്ന്. അപ്പൊ ചേച്ചി അതേപോലെ തന്നെ പതുക്കെ തട്ടി കുറച്ച് തന്നെ ഇട്ടു. അന്ന് മേക്കപ്പ് ഇല്ലായിരുന്നല്ലേ അരിശയുടെ മുഖത്ത്? അതായത് മേക്കപ്പ് ഇട്ടില്ല അന്ന്. അങ്ങനെയല്ല, അത് കേട്ടിട്ടില്ല.
കുഞ്ഞിലെ ഞങ്ങൾ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം എങ്ങനെയാ വരിക എന്നുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പ്. അതെല്ലാം ഇപ്പം നമ്മുടെ മക്കളും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ പഴയ കാലം ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ വരാറുണ്ട്. മക്കളെല്ലാം ഒരുപാട് ടയേർഡായിട്ടുണ്ട്. ഇത്രയും നേരത്തെ അടവ് ക്ലാസ്, പ്രാക്ടീസ്, എക്സസൈസ് എല്ലാം ആയപ്പോൾ അവർ നല്ല ക്ഷീണിച്ചു. നമ്മുടെ വർണ്ണം ഫോക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ മക്കൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുക കേട്ടോ. അവർക്കൊപ്പം അനാമിക ടീച്ചറും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇനി കുറച്ചൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും തുടങ്ങും. നമ്മുടെ സീനിയർ മക്കൾക്കാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്. ഇനിയും ചില വിശേഷങ്ങളുമായി വരുന്നത് വരേക്കും ടാറ്റാ.